ഇരിക്കെ. വന്നിട്ട് ഇരിക്കെ. പിടിച്ചിരുത്ത്. ഒരുക്കങ്ങളൊക്കെ ആയോ ആമി? ആ, ആയി വരുന്നു. ഓഡിറ്റോറിയം സദ്യയും എല്ലാം നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സും ആഭരണങ്ങളൊക്കെ ഡേറ്റ് എടുത്തിട്ട് വാങ്ങിക്കാന്നാ വിചാരിക്കുന്നത്. പിന്നെ പ്രഭയും അതും കൂടെ വരണമല്ലോ. അവര് നാട്ടില് ബന്ധത്തിലൊരു കുട്ടിയുടെ കല്യാണത്തിന് പോയിരിക്കുക. പെണ്ണിന്റെ കൂട്ടര് ചെറുക്കന്റെ കൂട്ടരെന്നുള്ള ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. ഇനി സോനാലിയും കൽത്തോട്ടവും ഒരേ കുടുംബക്കാരാ അല്ലയോ ചേട്ടാ? അതെ അതെ അതെ, എന്താവശ്യം ഉണ്ടെങ്കിലും പറയാൻ മടിക്കരുത്. ഇനിയും നമ്മൾ 2 വീടല്ല 1 വീടാണെന്ന് വിചാരിക്കണം. ഇങ്ങനെ കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യാ. ആമി, ഞാനേ നിങ്ങക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാവേ? ഓ പാപ്പ, ഇപ്പൊ വരാവേ. ഞാൻ ആലോചിക്കുവായിരുന്നേ, ഇവിടെ ബാലുവിന്റെ കാര്യത്തിന്റെ കേസും മറ്റും ഉണ്ടായിട്ടും അതിനെപ്പറ്റി അവിടെ നിന്ന് ആരും ഒരു കുറ്റപ്പെടുത്തലായിട്ട് പോലും പറഞ്ഞില്ലല്ലോ എന്ന്. ആ നന്മയ്ക്ക് നന്ദി പറയാ ഞാൻ. എന്താ ആമി ഇത്? ഒക്കെ മോന്റെ ജാതകദോഷം അല്ലാതെന്താ? പപ്പ വീട്ടിൽ വെച്ച് പറഞ്ഞതെന്താന്നറിയോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കൽത്തോട്ടത്തിലേക്ക് ഒന്ന് ചെല്ലുന്നത് ആമിക്കൊരാശ്വാസമായിരിക്കുമെന്ന്. അതെ, നീ ഇതെവിടെ പോന്നു മോനെ? അത് വെള്ളം കുടിക്കാൻ വേണ്ടി പോവുക. അതിന് വെള്ളം അവിടെയാണോ ഇരിക്കുന്നേ? അത് വാഷ്റൂമിൽ പോയിട്ട് പിന്നെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വെള്ളം കുടിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ. ഇതിലാണോ ഇങ്ങോട്ട് വന്നത്? ഇയാളല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അതേതിനാ നീയാള് വിചാരിച്ചോ? വിചാരിച്ച എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. ഇതിനൊക്കെ ഒരു നേരവും കാലവും ഒക്കെ ഉണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. ഈ 21-ാം തീയതി ഒന്ന് കഴിഞ്ഞോട്ടെ. നിന്റെ ബലം പിടുത്തം ചാടയൊക്കെ ഞാനങ്ങ് തീർക്കും കേട്ടോ. തീർക്കാനേ എന്റെ പൊന്നുമോൻ ഇങ്ങോട്ട് വാ. എന്നാ ഇപ്പൊ തന്നെ തീർത്തേക്കാം കേട്ടോ. സിദ്ധുവേട്ടാ, ഓ വിട്ടെ. എന്ത് പറ്റി? അതെ, നമ്മൾ സൂക്ഷിക്കണം. എന്ത് പറ്റി? നമ്മുടെ ഈ സന്തോഷങ്ങളെ തല്ലിക്കെടുത്താനായിട്ട് അവരെന്ത് മാർഗവും സ്വീകരിക്കും. ഈ ബാലു റിയൊക്കെ പോലീസ് കസ്റ്റഡിയിലായിട്ടും ശിവേട്ടനും ഏട്ടത്തിയും ആ തള്ളയൊക്കെ ഇപ്പോഴും വാശിയിലാവും നമ്മുടെ കല്യാണം നടത്താതിരിക്കാൻ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും സിദ്ധുവേട്ടാ? അവരിനി എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ സിയെ തന്നെ അവരെ കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുവോ? എടോ, പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടിയവരാ നമ്മൾ. ആ കണ്ടുമുട്ടല് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇണങ്ങിയും പിണങ്ങിയും ഇവിടെ വരെ എത്തി. ഒരു പുതിയ ജീവിതത്തിന്റെ പടിവാതിൽക്കൽ. അങ്ങനെ നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ചൊരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ 21-ാം തീയതി തന്നെ ഈ അഹങ്കാരി പെണ്ണിനെ ഞാനങ്ങ് സ്വന്തമാക്കും. അതിനി 21-ാം തീയതി ആവട്ടെ. അപ്പോഴേ ഔപചാരികമായ ഒരു ചടങ്ങുണ്ടായിരുന്നു, നേരത്തെ നടത്തേണ്ടതാ. സാരില്ല, ഒരു കീഴ്വഴക്കമായിട്ടങ്ങ് കൂട്ടിയാ മതി. പണം കൊണ്ട് മാത്രം സമൂഹത്തിൽ ഒരു കുടുംബത്തിന് മതിപ്പുണ്ടാവില്ല. ഭാര്യയും മക്കളെയും കൊണ്ട് നല്ലതുപോലെ കഷ്ടപ്പെട്ടിട്ടാ
ഞാൻ സമ്പത്തും ഒപ്പം സൽപ്പേരും ഉണ്ടാക്കിയത്. അതെനിക്ക് കളഞ്ഞു കുളിക്കാൻ പറ്റില്ല. എന്ത് കാരണം കൊണ്ടായാലും ആരുടെ പേരിലായാലും. അപ്പൊ എന്തുദ്ദേശിച്ച് എങ്ങനെയൊക്കെ പറയുന്നേ? ആരാ ഇപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കുന്നേ? കളങ്കം ഉണ്ടായില്ല, പക്ഷേ ഉണ്ടാകാനുള്ള സാഹചര്യം ഇപ്പോ. അതെ, ചേട്ടൻ ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാതെ സംസാരിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. അതിന് നമുക്ക് പരിഹാരം കാണാലോ. പരിഹാരമുണ്ട്, ഞാൻ തന്നെ പറയാം. ഈ കുടുംബത്തിൽ ആലോചിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന കല്യാണം നടക്കാൻ പാടില്ല. ചേട്ടാ, അത് 21-ാം തീയതി അത് നടക്കില്ല. പിന്നെ എന്നത്തേക്ക് മാറ്റിവെക്കാനാ പപ്പ ഉദ്ദേശിക്കുന്നത്? മാറ്റിവെക്കുകയല്ല, ക്യാൻസൽ ചെയ്യാണ്. സിദ്ധു, നീയും അപർണയും തമ്മിൽ നിശ്ചയിച്ചിരിക്കുന്ന വിവാഹം നടക്കില്ല. നിന്റെ മുഖത്തെന്താ ഒരു പരിഹാസച്ചിരി? ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. സുന്ദരേട്ടൻ എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഈ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലേ നിങ്ങള്? സുന്ദരനെന്നല്ല, ആരും ഈ വിഷയത്തിൽ ഒരഭിപ്രായവും പറയണ്ട. പറഞ്ഞിട്ട് കാര്യമില്ല. തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു. പപ്പ പെട്ടെന്ന് എന്താ ഇങ്ങനെ? എന്തായാലും അതിനൊരു കാരണം വേണ്ടേ? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നേ. കാരണമുണ്ട്. അതാണ് ഞാൻ നേരത്തെ അഭിമാനത്തിന്റെ കാര്യം പറഞ്ഞത്. നീ കെട്ടണമെന്ന് പറയുന്ന കൽത്തോട്ടത്തിൽ കുടുംബത്തിന്റെ കഥകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ. ബാലുവിന്റെ അറസ്റ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പപ്പ, അതും എന്റെ കല്യാണം തമ്മിൽ എന്താ ബന്ധം? അത് ശരി, കണ്ണടച്ചിട്ടാക്കുകയാണോ? കൽത്തോട്ടത്തിൽ ആമിയുടെ മകനല്ലേ ബാലു? അതേ വീട്ടിൽ തന്നെ ആമി വളർത്തിയ പെണ്ണാണ് അപർണ. സമൂഹത്തിൽ ഇപ്പോ ആ കുടുംബം പരിഹസിക്കപ്പെടുകയാണ്. തട്ടിപ്പും വെട്ടിപ്പും പെണ്ണുകേസും ഉൾപ്പെടെ എല്ലാ കുറ്റകൃത്യങ്ങളും കൈമുതലായിട്ടുള്ളവനാണ് ബാലു. ആ കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ ഇനി എന്റെ മകന് ഭാര്യയായിട്ട് വേണ്ട. പപ്പ എന്തേ പറയുന്നേ? ഞാൻ പറഞ്ഞ എന്താ? നിന്റെ തലയിലോട്ട് കേറുന്നില്ലേ? ബാലുവിനെ പോലീസ് പൊക്കിയത് നിന്റെ മുമ്പിൽ വെച്ചല്ലേ? ഒറ്റിക്കൊടുത്തത് ആരാ? അവന്റെ അമ്മ തന്നെ. മരിച്ചുവെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുക, ആൾമാറാട്ടം നടത്തി ജീവിക്കുക, സ്വന്തം വീട്ടിൽ നിന്ന് കവർച്ച നടത്തുക, കണ്ട പെൺപിള്ളേരുമായിട്ട് ജീവിക്കുക, ഒടുവിൽ സ്വന്തം പെറ്റമ്മ തന്നെ മകനെ പോലീസിന് പിടിച്ചു കൊടുത്തില്ലേ? എന്തൊരാഭിജാത്യമുള്ള കുടുംബം. പപ്പ, ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത് ബാലുവാണ്. അത് ബാലു മാത്രമാണ്, മറ്റാരും അതിന് ഉത്തരവാദികളല്ല. ആരോ ചെയ്ത തെറ്റിന്റെ പേരിൽ അപ്പൂനെ എന്തിനെങ്ങനെ ശിക്ഷിക്കുന്നേ? അതിന്റെ ന്യായം എന്താ? ന്യായോ അന്യായം വിചാരണ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നാണക്കേടിൽ കുളിച്ചു വെക്കുന്ന ഒരു വീട്ടിൽ നിന്ന് എന്റെ മകൻ കല്യാണം കഴിക്കാൻ പാടില്ല. എത്ര നാളായി പോലീസ് അവിടെ കയറി ഇറങ്ങുന്നു, എന്നും കേസും വഴക്കും. പപ്പ, ഇന്നലെ നമ്മൾ കൽത്തോട്ടത്തിൽ പോയതല്ലേ? അവിടെ വെച്ച് പപ്പ വളരെ പോസിറ്റീവായിട്ടല്ലേ ആമിയോട് സംസാരിച്ച്? ബാലു ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അതൊന്നും സാരമില്ലെന്നും പറഞ്ഞ് ആമി ആശ്വസിപ്പിക്കുകയും ചെയ്തല്ലോ. എല്ലാം പറഞ്ഞിരുന്ന ആള് ആ മുറിയിലേക്ക് പോയതിനു ശേഷം വന്ന് ഭയങ്കര ഹറിബറി ആയിട്ടാണല്ലോ. പപ്പ അപ്പൊ തന്നെ അവിടുന്ന് പോവുകയും ചെയ്തു. പപ്പ, അതിന്റെ ഇടയിൽ എന്താ സംഭവിച്ചത്? പറ കൊച്ച, അവിടെ എന്താ ഉണ്ടായേ? പറ. അതായത് സിദ്ധുമോനെ സുന്ദരൻ എങ്ങനെ അറിയാ എന്റെ കാര്യങ്ങള്? ഒന്ന് ഇരട്ടി വെളുത്തപ്പോഴത്തേക്കും എങ്ങനെ കാര്യങ്ങൾ മാറി മറിഞ്ഞു? ഞാൻ പറയുന്നൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ? പൊടിപ്പും തൊങ്ങലും ആവശ്യത്തിന് മസാലയും ചേർത്തിട്ടാ ബാലുവിന്റെ കഥകൾ പുറത്തു വരുന്നത്. അവന്റെയും ആ റിയയുടെയും ഫോട്ടോയും ഉണ്ട്. കൽത്തോട്ടത്തിൽ അപർണയുടെ വിവാഹം അടുത്ത് വരികയാണെന്ന് വരെ വാർത്തകൾ പരന്നു കഴിഞ്ഞു. അത് സൊണാലി ബംഗ്ലാവിൽ നിന്നുള്ള ബന്ധമാണെന്നും മറ്റും ഫോട്ടോ ഉൾപ്പെടെ ന്യൂസ് ഉടൻ വരും. നമ്മുടെ എല്ലാം ഫോട്ടോ വരും. ഇന്ന് സോഷ്യൽ മീഡിയ, നാളെ ടിവിയും പത്രവും. ആമിയെയും അപർണയും ഒക്കെ ഇപ്പൊ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. പിന്നെ എങ്ങനെ നാട്ടിലിറങ്ങി തല ഉയർത്തി? ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ സമയം കാണുമല്ലോ അല്ലേ? ചേട്ടായി, അതെ,
ഇദ്ദേഹം എന്നെ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. ഒരു കാര്യം പറഞ്ഞു. അത് ശരിയാണോന്ന് അറിയാനാ ഞാൻ നേരിട്ട് വന്നത്. ശരിയാണ്. കാരണം വിളിച്ചപ്പോ അത് നീ ആമിയോട് പറഞ്ഞില്ലേ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാ പോരാ, സാറിൽ നിന്ന് തന്നെ എനിക്ക് മറുപടി കിട്ടണം. എന്റെ മോളെ കല്യാണം ആലോചിച്ചത് നിങ്ങളുടെ മോനാ. തുടക്കം മുതലേ സാറ് തന്നെ എല്ലാ പിന്തുണയും തന്നില്ലേ? പെണ്ണ് കാണാൻ വന്നു, കല്യാണ നിശ്ചയം നടത്തി, ഇന്നലെ കല്യാണക്കുറിയും കൊണ്ടു തന്നു. എന്നിട്ട് ഇന്ന് രാവിലെ അനിയനെ കൊണ്ട് ഫോൺ ചെയ്യിച്ച് പറഞ്ഞാ മതിയോ കല്യാണം നടക്കില്ലെന്ന്? കൂട്ടത്തിൽ ഒരു തീരുമാനവും കൂടെ പറഞ്ഞു. ഇവിടെ പപ്പ തീരുമാനിക്കുന്നതേ നടക്കൂ, ഇത് അന്തിമ തീരുമാനമാണെന്ന്. അത് ഈ കുടുംബത്തിൽ മാത്രം ബാധകമായ കാര്യമാ. എല്ലായിടത്തും അടിച്ചേൽപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. ആമി എന്തൊക്കെ പറഞ്ഞാലും സിദ്ധുവും അപർണയും തമ്മിലുള്ള കല്യാണം നടത്താൻ സാധ്യമല്ല. അതിനുള്ള കാരണമാണ് എനിക്കറിയേണ്ടത്. പറഞ്ഞല്ലോ, കേസും കോടതിയും പ്രശ്നങ്ങളുമായിട്ടുള്ള ഒരു വീട്. 5 മിനിറ്റ് മുമ്പും എന്നെ ഒരാൾ വിളിച്ചു. എന്തുപറ്റി, സൊണാലിയിലെ പയ്യൻ ഇങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്നാണോ പെണ്ണ് കിട്ടുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. എത്ര പേരോടാ ഈ നാണക്കെട്ടിന് സമാധാനം പറയേണ്ടത്? ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിയുമ്പോ എന്തായിരിക്കും? ബാലുവിന്റെ കാര്യത്തിൽ പുതിയ പുതിയ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് പോലും പോലീസ്. ഇപ്പൊ ഞാൻ അറിഞ്ഞതിനേക്കാൾ നാറിയ കേസുകളാ ഇനി പുറത്തു വരാനുള്ളത്. ഈ നിമിഷം വരെ ഞാൻ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. കേക്കില്ല, പക്ഷെ നാട്ടുകാര് കേട്ടു, ഞാനും കേട്ടു. ഞാൻ ക്ഷണിച്ച പല ആളുകളും കല്യാണത്തിന് വരില്ലെന്ന് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. അല്ലേ സുന്ദര? ആ പിന്നെ പറഞ്ഞു. ആരാ പറഞ്ഞ? നീ അറിയാഞ്ഞിട്ടാ പറഞ്ഞു. ആളൊഴിഞ്ഞ പന്തലിൽ വെച്ച് എന്റെ മോന്റെ കല്യാണം നടത്തേണ്ട ഗതികേട് തൽക്കാലം എനിക്കില്ല. സൊണാലി കുടുംബത്തിന് ഒരു മേൽവിലാസമുണ്ട്, സമൂഹത്തിൽ മതിപ്പുണ്ട്. അതെനിക്ക് നോക്കിയേ പറ്റൂ. എന്നിട്ട് ഇന്നലെ സാറ് വീട്ടിൽ വന്നപ്പോ ഈ മതിപ്പിന്റെ മേൽവിലാസത്തിന്റെ കാര്യം മറന്നുപോയോ? ബാലുവിന്റെ കേസ് ഒരു പ്രശ്നമല്ല, ഞങ്ങൾക്ക് അപ്പുവിനെ മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് ഒരു മനസാക്ഷിയില്ലേ സാറിന്? 21-ാം തീയതിയാ കല്യാണം. ഈ സമയത്ത് ചെറുക്കൻ കൂട്ടിട്ട് പിന്മാറിയെന്ന് പറഞ്ഞാ പിന്നെ എന്റെ മോളുടെ ഭാവി എന്താവും? നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയെ പോലെ തന്നെ പ്രധാനമാണ് എനിക്ക് എന്റെ മോന്റെ ഭാവിയും. എല്ലാ ഒരുക്കങ്ങളുമായി ഇപ്പൊ ആൾക്കാരെ ക്ഷണിച്ചു. ഓഡിറ്റോറിയം, ഡെക്കറേഷൻ, സദ്യ, എല്ലാത്തിനും അഡ്വാൻസും കൊടുത്തു. ചെലവായ പൈസയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, നമുക്ക് മാനേജ് ചെയ്യാം. സേതുപതി സാറേ, നഷ്ടപരിഹാരം ചോദിക്കാനല്ല ഞാൻ ഇവിടേക്ക് വന്നത്. എന്റെ മോളോട് മര്യാദകേട് കാണിക്കരുതെന്ന് പറയാനാ. സാറിന് ഇപ്പൊ പ്രശ്നമായിരിക്കുന്നത് കുടുംബത്തിന്റെ അഭിമാനത്തെക്കുറിച്ചുള്ള ബോധമാണെന്നല്ലേ പറഞ്ഞത്? സോണാലിയിലെ പണം കൊണ്ട് കൽത്തോട്ടത്തിൽ കുടുംബത്തിന്റെ അഭിമാനത്തിന് വിലയിടാൻ സാറ് നോക്കണ്ട. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ല അപ്പു, അച്ഛനും അമ്മയും മരിച്ചുപോയ കുട്ടിയാ. അവക്ക് അച്ഛനായും അമ്മയായും ഞാനുണ്ട്, അത് നിങ്ങൾ മറക്കണ്ട. ആലോചിച്ചുറപ്പിച്ച കല്യാണം നടക്കാതെ പോകുന്നത് ലോകത്ത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. എന്തിന്? അപർണയുടെ വിവാഹം നേരത്തെ ശരത്തുമായിട്ട് ആലോചിച്ച് മാറിപ്പോയില്ലേ? ഇവിടെ സിദ്ധുവിന്റെ കാര്യത്തിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അന്നൊന്നും ഈ പറയുന്ന കോളിലൊക്കൊന്നും ഉണ്ടായില്ലല്ലോ. അതുപോലാണോ കല്യാണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോ താലി കെട്ടാൻ പറ്റില്ലെന്ന് പറയുന്നത്? ആമിക്ക് എന്താ നിർബന്ധം നിങ്ങളുടെ മോളെ സിദ്ധുവിനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന്? അല്ല ചേട്ടായി, അത് സുജാത മിണ്ടാതിരുന്നേ. കല്യാണത്തിന്റെ കാര്യമാ, മോളതൊന്നും മറന്നേക്ക്. ഇത്രയും ദുരഭിമാനിയായ ഒരു അച്ഛനുള്ള വീട്ടിലേക്ക് എന്റെ മോള് പോകണ്ട. നീയെന്നല്ല, അഭിമാനമുള്ള ഒരു പെണ്ണും പോവാൻ പാടില്ല ഇങ്ങനെയുള്ള വീട്ടിലേക്ക്. ആമി എവിടെ പോയതായിരുന്നു? അപ്പോ സിദ്ധു വിളിച്ച് വിവരമൊന്നും പറഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചു ഇതിനോടൊക്കെ വിളിച്ചു കാണുമെന്ന്. സൊനാലി ബംഗ്ലാവിൽ പോയിട്ട് വരുവാ ഞാൻ. സിദ്ധുവിന്റെ കൊച്ചച്ഛൻ രാവിലെ വിളിച്ചിരുന്നു, കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്.
അതെന്താണെന്നറിയാൻ വേണ്ടി പോയതാ. സേതുപതി നാരായണന്റെ ആജ്ഞ കല്യാണം നടത്താൻ സാധ്യമല്ലെന്ന്. നീ കേൾക്കുന്നുണ്ടോ? സിദ്ധാർത്ഥനെ കണ്ടിരുന്നു. അപ്പോ അറിഞ്ഞിട്ട് നിക്ക. കല്യാണത്തിന്റെ ആവശ്യത്തിന് ഇതുവരെ ചെലവായ പൈസയ്ക്ക് നഷ്ടപരിഹാരം തന്നേക്കാമെന്ന്. അയാളുടെ പിച്ചക്കാശിനെ കൈ നീട്ടാൻ പോയതല്ല ഞാൻ. അയാൾ ഇന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ വേണ്ടാന്ന് വെക്കുന്നവളാ ഈ ആമി. ശരിക്കും പറഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. സൊനാലിയിലെ മരുമകൾ സ്ഥാനം സ്വപ്നം കണ്ടിട്ടല്ല ഞാൻ നിന്നെ വളർത്തിയത്. പണത്തിന്റെ ത്രാസിൽ വെച്ചാ ആ മനുഷ്യനെല്ലാം തൂക്കി നോക്കുന്നത്, ബന്ധങ്ങൾ പോലും. ആമി സിദ്ധാർത്ഥനെ കണ്ടോ? കണ്ടു. ഞാൻ ഇറങ്ങാൻ നേരം വന്നത്. അവന്റെ നിലപാട് എന്താന്ന് ഞാൻ ചോദിച്ചു. അപ്പോ എന്തു പറഞ്ഞു? അപ്പൂനെ ഇഷ്ടവാ, സ്നേഹവാ, കെട്ടുവെന്നൊക്കെ. പക്ഷേ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മൂപ്പിലാനൊന്ന് ചുമച്ചപ്പോ അവന്റെ മട്ടുമാറി. പിന്നെ പപ്പയെ ശുശ്രൂഷിക്കലായി. അസുഖക്കാരൻ എന്ന് പറഞ്ഞുള്ള അയാളുടെ ആക്ടിങ്ങാ ആ മനുഷ്യന്റെ തുറുപ്പ് ചീട്ട്. ഇവരെയൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഇനി കല്യാണം കഴിഞ്ഞാൽ തന്നെ ആ വീട്ടിൽ നിനക്ക് സ്വസ്ഥത ഉണ്ടാവോ കുഞ്ഞെ? അവിടെ ഒരു ടീമുണ്ടല്ലോ നിനക്കെതിരെ. സിദ്ധുവിന്റെ ചേട്ടൻ, ഭാവന, അവളുടെ അനിയത്തി, അവളുടെ അമ്മ, ഇപ്പതേ പപ്പയും. മാനാഭിമാനം ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞ് നിനക്ക് അവിടെ സമാധാനം തരുമോ അവര്? അന്നത്തെ പൂജാ പരിപാടിയില്ലേ, എനിക്ക് പേടി തുടങ്ങിയത് അന്നോട്ടെ. നിന്നെ തീ പൊളിച്ച് കൊല്ലാൻ തന്നെയാ അവരെ നോക്കിയത്. അബദ്ധത്തിൽ ആ പെങ്കൊച്ചു പെട്ടുപോയി പൂജ. ഹോ, അതുകൊണ്ട് ആമി ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? ഈ കല്യാണം വേണ്ടാന്ന്. അപ്പൊ പോരുത്. അപ്പൊ ചേച്ചി ഇവിടെ പറഞ്ഞോളൂ. ആമി വിളിച്ചിട്ട് പോലും നിൽക്കാതെ ഈ പെണ്ണത് അങ്ങോട്ട് പോണത്? കല്യാണം വന്നിട്ടേ പഠിക്ക് നിൽക്കുക. വധു ഇങ്ങനെ സ്കൂട്ടർ എടുത്ത് പരക്കം പായാൻ പാടുണ്ടോ? സത്യം. എന്താ ആമി പറയും? വാ. ഉള്ളതാണോ ആമി ഇതൊക്കെ? എന്ത് വർത്താനോ അത്? പിന്നെ ആമി കള്ളം പറയോ? ഉള്ളതാണോ? ആമി, ഞാനേ ഒന്ന് പോയിട്ട് വരാം. അയാള് സൊനാലിയിലെ സേതുപതിയാണെങ്കിൽ ഞാൻ കൽത്തോട്ടത്തിലെ സേനാപതിയാ. ചോദിച്ചിട്ടേ ഉള്ളൂ കാര്യം. അത്രയ്ക്കായോ? കല്യാണം നടത്തരുതെന്ന് ആമിയെ വിളിച്ച് പറഞ്ഞതേ സുന്ദരൻ എന്ന് പറയുന്ന മരങ്ങോടനാ. അവനെടുത്ത് ഞാനേ ചുമരുമ്പോ പറ്റിക്കും. അവന്റെ ചേട്ടനെ പിടിച്ച പിടിയാലെ ഇവിടെ കൊണ്ടുവരും. ഒന്നും വേണ്ട മധു. എന്താ ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലാന്ന് വിചാരിച്ചോ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടതാണോ? കല്യാണം വിളിപ്പാടകരെ വന്ന് നിൽക്കുക. ശിവദാസന്റെ പണിക്കാരെ വ്യാഴാഴ്ച വന്ന് പന്തലിന്റെ പണി തുടങ്ങും. അതിനിടയ്ക്ക സൊനാലിക്കാന്റെ ഒരു കുട്ടിക്കളി. വിവരമറിയിക്കും ഞാൻ. ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ മധു. മധു എവിടെ പോയിരിക്കെ? ചെല്. ആമി പറഞ്ഞോണ്ട് ഞാൻ തൽക്കാലത്തേക്കൊന്ന് ക്ഷമിച്ചു. നിങ്ങൾ അമ്മമാര് തമ്മിൽ നല്ല അടുപ്പത്തിലാണല്ലോ. ഞാൻ വിളിച്ചു. എന്നിട്ടോ? ആമി ആകെ സങ്കടത്തില. ഇവിടെ വന്ന് വഴക്കിടേണ്ടി വന്നില്ലേ? സിദ്ധു അവിടെ എങ്ങനെ ചെന്നു ഏട്ടത്തി? ഇല്ല, കൽത്തോട്ടത്തിനും പ്രശ്നമായി. ആമിയോട് പിണങ്ങി അപ്പു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിന്ന്. അയ്യോ. അപ്പവും പിന്നെ വീട്ടിൽ വിളിച്ചിട്ടില്ല. പിള്ളേരെ എന്തിനു കുറ്റം പറയണം? പ്രായവും പക്വതയുള്ളവര് കാണിക്കുന്ന എന്താ? ഏട്ടന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. അതാണല്ലോ ഈ പ്രശ്നത്തിനെല്ലാം കാരണം. ഏട്ടനെ കൊണ്ട് ഇതൊക്കെ ആരും പറയിപ്പിക്കുന്നതാ ഏട്ടത്തി, അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ലെങ്കിൽ രാത്രി കിടന്ന് ഉറങ്ങി എണീറ്റ മനുഷ്യന് ഇങ്ങനെ മാറ്റം ഉണ്ടാവൂ? ആര് പറഞ്ഞു എന്നാ സുജാത ഉദ്ദേശിക്കുന്നേ? സിദ്ധുവിന്റെ അപ്പുന്റെ കല്യാണം നടക്കരുതെന്ന് നൊയമ്പും നൊറ്റിയിരിക്കുന്നവർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഭാവനയുടെയും ശിവയുടെയും കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. അവരതിന് ഇവിടെ ഇല്ലല്ലോ.
ദുബായി പോയിരിക്കല്ലേ? എന്നാ അവരെന്നെ പറയുന്നതല്ലേ എടുത്തി. എനിക്ക് തോന്നുന്നതേ ദുബായിലെന്നും പറഞ്ഞ് ശിവയും ഭാവനി ഇവിടെ എവിടെയോ തങ്ങുന്നുണ്ടെന്നാ. പക്ഷെ അവര് പറഞ്ഞ പപ്പ കേൾക്കുവോ? സ്വത്തിന്റെ വിഷയമൊക്കെ വന്നതിൽ പിന്നെ അത്ര രസത്തിലല്ലോ. സോപ്പിട്ട് മണിയടിച്ചും പപ്പയെ വശത്താക്കാനുള്ള മിടുക്കൊക്കെ ഭാവനിക്കുണ്ട്. മുമ്പ് എങ്ങനെയായിരുന്നു? കാല് തിരുമ്മി പപ്പയുടെ പ്രിയപ്പെട്ട മരുമോളല്ലായിരുന്ന. പിന്നെ ഇപ്പൊ അടുത്ത് കൂടിയിട്ടുണ്ടാവും. ആ ചേട്ടത്തി, വേറൊരു കാര്യം. ഇതിനിടയ്ക്ക് ഭാവനയുടെ ലിപ്സ്റ്റിക് തള്ള ഇവിടെ വന്നില്ലയോ? നമ്മളെ ആരെയും കാണാതെ ചേട്ടായിയെ മാത്രം കണ്ടിട്ട് എന്തോ രഹസ്യം പറഞ്ഞിട്ടങ്ങ് പോയി. ശരിയാണല്ലോ. ആ ശിവ, ഭാവന, ലിപ്സ്റ്റിക് തള്ള, പിന്നെ ആ കൊന്ന തെങ്ങ്. ഇവരെല്ലാരും കൂടി ചേർന്ന് ഗൂഢാലോചന നടത്തി ചേട്ടനെ കയ്യിലെടുത്ത് കാണും. അതാ മൂപ്പരിങ്ങനെ കട്ടുറുമ്പ് കടിച്ചതുപോലെ നിൽക്കുന്നത്. അപ്പോ കല്യാണം എങ്ങനെ നടക്കും? സിദ്ധു വിചാരിക്കണം. അവനെ കൊണ്ടേ നമ്മള് വിചാരിപ്പിക്കണം. പപ്പ തന്നെ പോയി വിളിച്ചോണ്ട് വരട്ടെ അവനെ. ഞാൻ സംസാരിക്കുന്നുണ്ട് പപ്പയോട്. അപ്പു, ഹലോ സർ, ഞാൻ അപർണ. സാറിന്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന അപർണ മുരളി. എടോ, വർക്ക് ചെയ്തിരുന്നു എന്തിനാ പറയുന്നേ? ഇനി അവിടെ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശമില്ലാത്തോണ്ട് ഞാൻ സൊണാലിയിലെ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാ. അതെ, മതി മതി. നേരം പോക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂഡിലല്ല ഞാൻ. നേരം പോക്കല്ല സർ ഞാൻ പറഞ്ഞത്. ഐ എം വെരി സീരിയസ്. ഞാൻ ഈ ജോലി രാജിവെക്കുന്നു. റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ മെയിൽ ചെയ്യാം. അപ്പു? അപ്പു അല്ല, അപർണ. അപർണ മുരളി. എടോ, താൻ ജോലി രാജിവെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാ? അത് മുൻ ബോസിനോട് പറയേണ്ട കാര്യം എനിക്കില്ല. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഞാൻ മുംബൈക്ക് പോകുന്നു. നേരത്തെ മുംബൈയിലെ എമറാൾഡ് കമ്പനിയിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നതാ. അന്ന് ഞാനത് ഉഴപ്പി. പക്ഷേ ഇപ്പൊ എനിക്കത് ആവശ്യമായിട്ട് വന്നു. തനിക്ക് എന്താവശ്യം? എടോ, താൻ എവിടെയും പോകുന്നില്ല, ജോലി രാജിവെക്കുന്നുമില്ല, കേട്ടോ? അത് സിദ്ധാർത്ഥ് സാർ അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഞാൻ എന്റെ ലൈഫ് നോക്കിയല്ലേ പറ്റൂ. കുറെ കൂടി മെച്ചപ്പെട്ട അവസരം, നല്ല ശമ്പളം. അന്യ സ്ഥലം ആവുമ്പോ ഇവിടത്തെ പോലെ കുത്തി നോവിക്കുന്ന മനുഷ്യരും ഉണ്ടാവില്ല. എങ്ങനെ നോക്കിയാലും എന്റെ തീരുമാനം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. നാളെ തന്നെ പുറപ്പെടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ നീ വെറുതെ തമാശ പറയാൻ നിൽക്കല്ലേ? ഇനി എന്നെ വിളിക്കണ്ട, കിട്ടില്ല. അതുപോലെ എന്റെ ആമിയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു.